അന്ന് മതിയാവുമല്ലോ നമുക്ക് ഇങ്ങനെ കോടതി കയറി. അപ്പം ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോൾ വിചാരിക്കും ദൈവം എൻ്റെ കാലിൽ ഒരു ചങ്ങല കെട്ടിയിട്ട് ഞാൻ നടക്കുന്ന പോലെ. എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലല്ലോ, ഇങ്ങനെ ഒരു പൂട്ടിയിട്ട പോലെയാണ്. എനിക്ക് ഇതങ്ങ് തീർന്ന് എനിക്കൊന്ന് വെറുതെ വീട്ടിലിരുന്നാൽ മതി. ഇതിനു വേണ്ടി ഇങ്ങനെ നടക്കുക. അപ്പം നമ്മളെ ഇങ്ങനെ നടത്തിപ്പിക്കുക, മനസ്സിലായി? അങ്ങനെ നടത്തിപ്പിച്ച് പോയി വിഷമിച്ച്. അപ്പം എപ്പോൾ ചെന്നാലും കേസ് ഇങ്ങനെ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ കേസ് ഉണ്ടാവില്ല. അങ്ങനെ ഇയാൾ ഗൾഫിൽ പോയിട്ട് കേസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് വർഷങ്ങൾ ഞാനിങ്ങനെ നടക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ ഞാൻ ജീവിക്കുന്ന സമയത്ത് വീണ്ടും ഞാനിങ്ങനെ കോടതി പോകണം ഒരു ദിവസം. അപ്പം എനിക്ക് കോടതിയിൽ പോകാൻ ഇപ്പോൾ താല്പര്യം ഇല്ലാതായി. കാരണം എപ്പോൾ പോയാലും ഇത് മാറ്റി വയ്ക്കുകയല്ലേ. മറ്റേ ഞാൻ ഉത്സാഹത്തോടെ പോകുമായിരുന്നു കേസൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടി. പിന്നെ എനിക്കറിയാം ഇതങ്ങനെ. അതുകൊണ്ട് ഞാൻ പോകാൻ തന്നെ മടിച്ചിരുന്ന സമയത്താണ്. അപ്പോൾ എന്നെ വക്കീൽ വിളിച്ചു പറഞ്ഞു, അല്ലല്ല ഇത് വന്നേ പറ്റുമോ, ഇനി മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല, ഇന്ന് വന്നേ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എങ്ങനെയും പോയിട്ട് അവിടെ കേസ് അങ്ങനെ ഓരോ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഓരോ കേസ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങ് കോടതിയുടെ അങ്ങ് അറ്റത്ത് കണ്ട് കുറച്ച് കസേര കിടപ്പുണ്ട്, അവിടെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ദൂരെ പോയി ഇരുന്നു. കാരണം എനിക്കിപ്പോൾ ഇതിലെ താല്പര്യം ഒന്നും വിളിച്ചിട്ടൊരു കഥയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ഞാൻ പോയിരിക്കുക. അങ്ങനെ ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാളിങ്ങനെ കയറി സ്റ്റെപ്പ് കയറി വന്നിട്ട് എൻ്റെ മടിയിൽ ഒരു പാംഫ്ലെറ്റ് ഇട്ടിട്ട് അങ്ങ് പോയി. വേറെ ഒരാൾക്കും അയാളത് കൊടുത്തില്ല എന്നുള്ളതാണ്. എൻ്റെ മടി മാത്രം തന്നിട്ട് അയാൾ അങ്ങ് പോയി. അപ്പം ഞാൻ എടുത്തു നോക്കിയപ്പം ഒരു യേശു ക്രിസ്തുവിൻ്റെ ഒരു വചനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു പാംഫ്ലെറ്റാണ്. അപ്പം ഞാനത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതി ഇന്ന് നിനക്ക് വിടുതൽ എന്ന് പറഞ്ഞ്, ഇന്ന് നിനക്ക് വിടുതൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യേശുവിൻ്റെ ഒരു ബൈബിൾ വചനമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ബാക്കിയൊന്നും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം അത് വായിച്ചപ്പോൾ ഇന്ന് നിനക്ക് വിടുതൽ എന്നുള്ള ഒരു സെൻറ്റൻസ് ഞാൻ വായിച്ചു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും യേശുവിൻ്റെ ഒരു പാംഫ്ലെറ്റ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ മടക്കി എൻ്റെ പേഴ്സിൽ വെച്ചു. അത് അവിടെ അടച്ചില്ല. ബാക്കിയൊന്നും വായിക്കാൻ പോയില്ല. പെട്ടെന്ന് എൻ്റെ അഡ്വക്കേറ്റ് വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ആശ വരൂ, കേസ് വിളിച്ചേക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അഡ്വക്കേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ആശ ഇപ്രാവശ്യം എന്തായാലും കേസ് തീരുമെന്ന് തോന്നുന്നില്ല, നമുക്ക് ഇനി മാറ്റി വെക്കേണ്ടി വരും, ജഡ്ജ് ലീവാണ് ഇനി 1 മാസത്തേക്ക്, അത് കഴിഞ്ഞ് പിന്നെ ഈ കേസ് എടുക്കുകയുള്ളൂ, അതുകൊണ്ട് എന്തായാലും ഒന്ന് പറഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ദൈവ എന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ജഡ്ജ് എൻ്റെ അടുത്ത് എന്നെ നോക്കി, പുള്ളിയും വന്നിട്ടുണ്ട് എന്തായാലും ഗൾഫിൽ നിന്നൊക്കെ പുള്ളി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജഡ്ജ് ഭയങ്കര ഒരു നല്ല പ്ലീസിങ്, അതുവരെയൊക്കെ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടിരുന്ന ജഡ്ജാണ് അദ്ദേഹം. ഒരു ലേഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ വളരെ പ്ലീസിങ് ആയിട്ടൊക്കെ ഇരിക്കുന്നു. എന്നെ നോക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു സോഫ്റ്റ്നെസ്സോടുകൂടി നോക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ വക്കീലിനോട് പറഞ്ഞു, എന്താ ഇവരുടെ കേസ് തീരാൻ ഇനി എന്താ വേണ്ടത്? അപ്പോൾ വക്കീൽ പറയാണ്, അത് സത്യവാങ്മൂലം എന്തൊക്കെയോ ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞു. അത് ഇനിയിപ്പോൾ അടുത്ത സിറ്റിങ്ങിലല്ലേ പറ്റൂ എന്നൊക്കെ വക്കീൽ പറയണം. വക്കീൽ പറഞ്ഞ ഉടനെ ജഡ്ജ് പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, അതിങ്ങ് എടുക്കുക, അത് ഇപ്പം തന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ അതിങ്ങ് എടുക്കുന്നു. അത് പറയും. ഇവർ പെട്ടെന്ന് അതെന്തൊക്കെയോ എഴുതി കൊടുത്തു. ജഡ്ജ് സൈൻ ചെയ്തു. എന്നിട്ട് ജഡ്ജ് അപ്പം തന്നെ ഡിവോഴ്സ് എഴുതി എന്നുള്ളതാണ് കേട്ടോ. സെറ്റിൽ ചെയ്ത് ഡിവോഴ്സ് തന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായ പോലും ഇല്ല. അത്